ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ. അപ്പോൾ ഒരു അടിപൊളി എപ്പിസോഡാണ്. അതായത് ബാലചന്ദ്രനും വൈജയന്തിയും അലീനയും ആക്കിയിട്ടൊക്കെ ഉള്ളൊരു അടിപൊളി എപ്പിസോഡാട്ടോ. നമ്മുടെ വൈജയന്തിക്ക് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആക്സിഡൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈജയന്തി ഓഫീസിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് സ്റ്റെപ്പും വന്ന് താഴെ വീഴുകയും അതുപോലെ തന്നെ വലത് കൈയിൻ്റെ തോളിലൊന്ന് ചെറുതായിട്ട് സ്ക്രാച്ച് ആവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രനെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയും എന്നിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് വീട്ടിലേക്ക് വരിക കേട്ടോ. അപ്പോൾ അതിന് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയതിന് ശേഷം കേട്ടോ നടക്കുന്ന ഒരു എപ്പിസോഡാണ് ഈ പറയുന്നത്. അങ്ങനെ മുത്തശ്ശിയുടെ അസുഖമൊക്കെ ഏകദേശം ഭേദമായി തുടങ്ങിയിട്ടുണ്ട്. മുത്തശ്ശിയുടെ കാലിൽ പ്ലാസ്റ്ററൊക്കെ മാറ്റി അതുപോലെ ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് മുത്തശ്ശി ഏകദേശം ചെറുതായിട്ടൊക്കെ ഒന്ന് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ അലീന തന്നെയാണ് നോക്കുന്നത്. മുത്തശ്ശിയുടെ റൂമിൽ തന്നെയാണ് അലീന കിടക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ സമയത്താണ് വൈജയന്തിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ വൈജയന്തിയുടെ കാര്യങ്ങളും കൂടെ നോക്കേണ്ട ചുമതല അലീനയിലേക്ക് വരികയാണ്. അങ്ങനെ വൈജയന്തി പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് വീട്ടിലേക്ക് വരിക കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കൃഷ്ണമോള് കിടക്കുന്ന റൂമിലാട്ടോ വൈജയന്തി കിടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമിലല്ല, ഇവരെല്ലാവരും കൂടി ബാലചന്ദ്രനും വൈജയന്തിയും കിടക്കുന്ന റൂമിലല്ല. അപ്പോൾ ഈ മരുന്നും ഇതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അവിടെ കൃഷ്ണമോള് കിടക്കുന്ന റൂമിലാണ്, താഴെ തന്നെയുള്ള മറ്റൊരു റൂമിലാണ് വൈജയന്തി കിടക്കുന്നത്. അപ്പോൾ കൃഷ്ണമോളോട് ബബിതയുടെ കൂടെ പോയി കിടക്കാനും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ പോയി കിടന്നോ, ഇന്ന് ആ റൂമിൽ പോയി കിടന്നോ എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് വൈജയന്തി കിടക്കുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ഉടനെ തന്നെ കൃഷ്ണയും ബബിതയൊക്കെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്ത് പറ്റി അമ്മയെന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ വലത്തേ കൈനായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരാളുടെ സഹായം വേണം. ഇനിയിപ്പോൾ വലത് കൈയാണെങ്കിലും ഇടത് കൈയാണെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിനും ഒരാളുടെ സഹായം വേണമല്ലോ. അപ്പം എല്ലാ കാര്യത്തിനും ബബിതയെ ഇങ്ങനെ ഓരോ കാര്യത്തിനായിട്ട് വിളിക്കുമ്പോൾ ബബിത ഒന്നും അടുത്തേക്ക് വരില്ല കേട്ടോ. അമ്മ എനിക്ക് അവിടെ പഠിക്കാനുണ്ട്, എനിക്ക് ആ ജോലി. ബബിത ഫുൾ ടൈം ഫോണിലായിരിക്കും. മിക്ക സമയത്തും വൈജയന്തി വിളിക്കുന്ന ഒന്നും കേൾക്കില്ല. അപ്പോഴൊക്കെ ഓടിയെത്തുന്നത് അലീനയായിരിക്കും കേട്ടോ. വൈജയന്തിയുടെ അടുത്തേക്ക് ഓടിയെത്തുന്നത് അലീനയായിരിക്കും. അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നത്, മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കുന്നത് ഒക്കെ അലീനയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൾ ഇൻ ഓൾ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ഇഷ്ടമൊക്കെ വൈജയന്തിയുടെ മനസ്സിലുണ്ട്. ഇഷ്ടം മീൻസ് ഒരു താല്പര്യമുണ്ട്, വല്ലാണ്ട് സ്നേഹവും കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെ വൈജയന്തിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ വന്ന് ഭക്ഷണം കഴിക്കണമല്ലോ, മരുന്നൊക്കെ കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ. അങ്ങനെ ഭക്ഷണമായിട്ട് അലീന ചെല്ലുക കേട്ടോ വൈജയന്തിയുടെ റൂമിലേക്ക്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, വലത്തേ കൈയിലാണ് പ്ലാസ്റ്റർ ഇട്ടേക്കുന്നത്. ബാലചന്ദ്രനാണെങ്കിൽ വൈജയന്തി അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പം എന്നാൽ ഞാൻ എടുത്ത് തരട്ടേന്ന് ചോദിക്കുമ്പോൾ അലീനെ ഇങ്ങനെ തുറിച്ച് നോക്കുക കേട്ടോ വൈജയന്തി. എനിക്കിവിടെ എൻ്റെ മക്കളുണ്ട്, വേലക്കാരിയുടെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ബബിതയെ ഇങ്ങനെ വിളിക്കുക കേട്ടോ. ബബിതയെന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ബബിത എന്താ അമ്മ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നത്? അമ്മയ്ക്ക് വയ്യാതായി കഴിഞ്ഞാലെങ്കിൽ അമ്മയ്ക്ക് ഒരു മൂലയ്ക്ക് വിണ്ടാതെ കിടക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. നീ എന്നെ അങ്ങനെ മൂലയ്ക്ക് ഒതുക്കി കിടത്താൻ നോക്കണ്ട. നിന്നെ ഞാനിപ്പോൾ വിളിച്ചത് എനിക്ക് ഭക്ഷണം ഒന്ന് കഴിക്കണം, നിനക്കിതൊന്ന് സ്പൂണിൽ എടുത്ത് വായിൽ വെച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കണം. അമ്മ എനിക്ക് ഒരുപാട് പണിയുണ്ട് അമ്മ, എനിക്ക് പഠിക്കാനുണ്ട്. നിനക്ക് എന്ത് പഠിക്കാൻ? നീ ഫുൾ ടൈം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത്, ആരോട് നീ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുക കേട്ടോ. എനിക്ക് പറ്റത്തില്ല അമ്മ, എനിക്ക് സമയമില്ല, അമ്മ എടുത്ത് കഴിക്കുക, അമ്മയുടെ മറ്റേ കൈ കൊണ്ട് എടുത്ത് കഴിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഇടത് കൈ കൊണ്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, നിനക്ക് എന്താ തീരെ ബോധമില്ലേ എന്നൊക്കെ പറയണ്ടോ. അങ്ങനെ ബബിത എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പിന്നെ കൃഷ്ണയാണെങ്കിൽ കൃഷ്ണയും അങ്ങോട്ടേക്ക് വരുന്നില്ല. കൃഷ്ണ പിന്നെ ചെറിയ കുട്ടിയല്ലേ എന്നുള്ള രീതിയിൽ കൃഷ്ണയെ വിളിക്കുന്നില്ല കേട്ടോ. അപ്പം അലീന പറയുന്നുണ്ട് ഞാൻ എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അങ്ങനെ സെർവൻസിൻ്റെ കൈ കൊണ്ട് എടുത്ത് കഴിക്കേണ്ട ഗതികേടൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു സെർവൻ്റ് ആണെന്ന് കരുതണ്ട, മാഡത്തിനെ നോക്കുന്ന ഒരു എന്താ പറയുക കെയർ ടേക്കറായിട്ട് അങ്ങനെ കണ്ടാൽ മതി, അല്ലാതെ ഞാൻ വാരി തരുന്നു എന്നോ അല്ലെങ്കിൽ ഞാൻ എടുത്ത് തരുന്നു ഒന്നും ചിന്തിക്കേണ്ട എന്ന് പറയാട്ടോ. അപ്പോൾ മനസ്സോടെ വൈജയന്തി സമ്മതിക്കുക കേട്ടോ. അങ്ങനെ അലീന വൈജയന്തിക്ക് ഭക്ഷണം സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ്. വൈജയന്തി അത്ര ഇതെല്ലൊന്നും അല്ലെങ്കിലും ഇങ്ങനെ കഴിക്കുകയാണ്. എന്താണെങ്കിലും അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്, അമ്മയെ പരിചരിക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം കേട്ടോ. അപ്പം വൈജയന്തിക്കാണെങ്കിൽ പിന്നെ ഇവളിങ്ങനെ വാരി തരുമ്പോൾ എടുക്കുക അവളിങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണം കോരി കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട് ഞാനിപ്പം പറയട്ടെ മാഡം എന്താ ചിന്തിച്ചതെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിക്കണം. എന്താ ചിന്തിച്ചതെന്നാ നീ പറ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണെന്ന് മാഡം സമ്മതിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ എന്താ നീ പറ. മാഡം ചിന്തിച്ചത് ബബിത മാഡത്തിൻ്റെ മകളാണ്, സ്വന്തം മകളാണ്. പക്ഷേ നമ്മൾ കുറച്ച് സ്നേഹവും പരിഗണനയും അതുപോലെയൊക്കെ കൊടുത്ത് വളർത്തിയാലേ അവർ നമ്മളോട്
കെയറൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ വൈജയന്തി ചീത്ത പറയാട്ടോ, ഞാനെന്താ എൻ്റെ മക്കളെ വളർത്തിയത് ശരിയല്ലെന്നാണോ നീ പറയുന്നത്? അങ്ങനെയല്ല മാഡം, അവരോട് എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ദേഷ്യവും ഒക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് മാഡത്തിനൊരു ആവശ്യം വന്നിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കാത്തത് എന്ന് പറയാട്ടോ അലീന. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആ സമയത്ത് എന്ത് കാര്യവും കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അവർ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക എന്ന് പറയട്ടോ. നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട, എനിക്കറിയാം എങ്ങനെ എന്ന് പറയാം. നീ എന്താ പറയാൻ വന്നത് അത് പറയാമെന്ന് പറയട്ടോ. മാഡം ഇപ്പോൾ ചിന്തിച്ചത് ബബിതയുടെ സ്വഭാവം മാറിയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ എന്നെപ്പോലൊരു മോളായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചില്ലേ? ഓ പിന്നെ നിന്നെപ്പോലൊരു അനാഥയായ മോളാണെങ്കിലെന്ന് ഞാൻ ചിന്തിച്ചെന്നോ? നീ ഒന്ന് പോയ അവിടുന്ന്. നീ ഇപ്പോൾ എനിക്ക് ഭക്ഷണം വാരി തന്നോ എന്ന് വിചാരിച്ചിട്ട് നിന്നെ ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കുക അല്ലാതെ ഈ വീട്ടിലൊരു അംഗമായിട്ട് കാണുക ഒന്നും ചെയ്യുന്നൊന്നുമില്ല. നീ വെറും അനാഥയാണ്, ഇവിടുത്തെ സെർവൻ്റ് എന്ന് പറഞ്ഞിട്ട് വൈജയന്തി അപ്പോഴും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും സാരമില്ല, രണ്ട് ചീത്ത അങ്ങനെ പറയാനായിട്ടുണ്ടെങ്കിൽ മാഡം ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ചെറുതായിട്ട് മാഡത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് പറയണം. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, മതി എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറയട്ടെ. പറ്റില്ല, ഇത് മുഴുവനും കുടിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും കഞ്ഞി എടുത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് മരുന്നൊക്കെ കൊടുത്ത് കയ്യും വായൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടാണ് അലീന പോകുന്നത്. അപ്പോൾ വൈജയന്തിക്കാണെങ്കിലും ഫുൾ ബോറടിയാണ് കേട്ടോ. ആ റൂമിൽ ഇങ്ങനെ ഇരിക്കേണ്ടതെന്ന് ഓർത്തിട്ട് വൈജയന്തിയോട് അലീന ചോദിക്കുന്നുണ്ട്, മാഡത്തിന് ബോറടിക്കാതിരിക്കാൻ എൻ്റെ കയ്യിൽ 2-3 ബുക്സ് ഉണ്ട്, ഞാൻ കൊണ്ടുവന്ന് തരട്ടെ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ബുക്സ് ഉണ്ട്, പക്ഷേ എല്ലാം ഞാൻ വായിച്ചതാണ്. പണ്ടൊക്കെ ഒരുപാട് വായിക്കുമായിരുന്നു, ഇപ്പം ഇവിടെ ഉള്ളതൊക്കെ വായിച്ചു കഴിഞ്ഞതാന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ വേറെ 2 ബുക്സ് ഉണ്ട്, ഞാൻ തരട്ടെ എന്ന് ചോദിച്ചിട്ട് അലീന ആ ബുക്സ് എടുത്തുകൊണ്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ വൈജയന്തിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. ഇത് ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ വായിച്ച ബുക്സാന്ന് പറയുമ്പോൾ ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കാം കേട്ടോ. ഇത് മമ്മി തന്ന ബുക്സാണ്, മമ്മിയുടെ കയ്യിലുണ്ടായിരുന്നതാണ്, ഇടയ്ക്ക് ഞാൻ എടുത്ത് വായിക്കും, നല്ല ചിന്തകളും നല്ല തോട്ട്സൊക്കെയാണ് ഇതിൽ. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ബുക്കാണെന്ന് പറയട്ടോ. എനിക്കറിയാം ഇത് പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ വായനയൊക്കെ നശിച്ചു പോയി, ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അപ്പോൾ പിന്നെ വായന ഇല്ലാണ്ടായി, പിന്നെ ലൈഫൊക്കെ ഒരു ഒഴുക്കിന് അങ്ങനെ അങ്ങോട്ട് പോയി എന്നൊക്കെ പറയാണ് വൈജയന്തി. എന്താണെങ്കിലും മാഡം ഇത് വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അലീന പിന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്താണ് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് കൈക്ക് എന്ന് ചോദിക്കുമ്പോൾ, കുഴപ്പമൊന്നുമില്ല, വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കട്ടോ അലീനയോട്. അലീന ഭക്ഷണം കഴിച്ചോ മാഡം, ഭക്ഷണം കഴിച്ചോ എന്ന് പറയാണ്. എന്നാൽ ഞാനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വൈജയന്തി കാണാനായിട്ട് ചെല്ലുക കേട്ടോ. അപ്പോൾ വൈജയന്തി ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ ഇത്ര നേരം എവിടെയായിരുന്നു എന്ന് ചോദിക്കട്ടോ. ഞാൻ എവിടെയായിരുന്നു, ഞാൻ സാധാരണ വരുന്ന സമയത്തല്ലേ വന്നത്, കുറേ ലേറ്റായ പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ലേറ്റായ പോലെ തോന്നുന്നു എന്ന് പറയട്ടോ. അത് നീ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് തോന്നുന്നതാണ്, ഞാൻ കറക്റ്റ് സമയത്ത് തന്നെയാണ് വന്നത് എന്ന് പറയണേ. അങ്ങനെ ബാലചന്ദ്രൻ ചായ എന്തെങ്കിലും കുടിച്ചോ? ഇല്ല ഞാൻ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം മുത്തശ്ശി ഇങ്ങനെ ഇടയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ മുത്തശ്ശി എഴുന്നേറ്റ് ചെറുതായിട്ടൊക്കെ നടക്കുമ്പോൾ അലീനയെ കിച്ചണിൽ ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട മുത്തശ്ശി ഞാൻ ചെയ്തോളാം, എനിക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയാട്ടോ, ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കുഞ്ഞ്, നിന്നെപ്പോലൊരു കൊച്ചുമകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഒരു നിർഭാഗ്യമാണെന്ന് പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമകളെ തന്നെയാണ് മുത്തശ്ശി എന്ന് പറയട്ടോ. നീ എങ്ങനെ എൻ്റെ കൊച്ചുമകളാവുന്നത്? നീ എൻ്റെ ശിവൻ്റെയോ എൻ്റെ ജയമോളുടെയോ അല്ലെങ്കിൽ എൻ്റെ ഗംഗാധരൻ്റെ രാജീവിൻ്റെ ഏറ്റവും മകളാണോ എന്ന് ചോദിക്കാട്ടോ. എൻ്റെ മുത്തശ്ശിക്ക് എന്നെ മുത്തശ്ശിയുടെ ജയമോളുടെ മകളായിട്ട് കണ്ടൂടെ? ഞാൻ മുത്തശ്ശിയുടെ ജയമോളുടെ മകൾ തന്നെയാന്ന് പറയട്ടോ. അതെങ്ങനെ ശരിയാവും? ജയമോൾക്ക് 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയല്ലേ ഉള്ളൂ, പിന്നെ നീ എങ്ങനെ ജയമോളുടെ മകളാകും എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി. എൻ്റെ മുത്തശ്ശിക്ക് മകളെപ്പോലെ കണ്ടൂടെ, കൊച്ചുമകളെപ്പോലെ കണ്ടൂടെ? ആ കൊച്ചുമകൾ തന്നെയാണ് ഞാനെന്ന് പറയട്ടോ. ഇനി എന്തൊക്കെയാണെങ്കിലും എൻ്റെ കൊച്ചുമകളെ പോലെ തന്നെയാണ് ഞാൻ നിന്നെ കാണുന്നത്. എൻ്റെ അസുഖം മാറിയാലും പൂർണ്ണമായി, ഇപ്പോൾ ഏകദേശം മാറി, എന്നാലും നീ ഇനി ഇവിടുന്ന് പോവണ്ട കേട്ടോ എന്ന് പറയാണ്. എൻ്റെ കാലശേഷം നീ ഇനി ഇവിടുന്ന് പോയാൽ മതി, അത് കഴിഞ്ഞാലും ജയമോള് ചിലപ്പോൾ നിന്നെ വിടില്ല, അപ്പോഴേക്കൊക്കെ അവളുടെ ദേഷ്യമൊക്കെ മാറും എന്ന് പറയാട്ടോ. എൻ്റെ മുത്തശ്ശി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട നീ ഇവിടുന്ന് പോവണ്ട, നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയാട്ടോ. ഇല്ല, ഞാൻ മുത്തശ്ശി പറഞ്ഞതുപോലെ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എന്നൊക്കെ പറയണം. ആ സമയത്താണ് എന്താ ഇവിടെ സംസാരം ചോദിച്ചുകൊണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത് ചായ കുടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോകുന്ന കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രൻ. ഇവിടുത്തെ ജോലി കഴിഞ്ഞാൽ ഇവിടുന്ന് പോകും. അതിന് ഇവളെങ്ങോട്ട് പോകാൻ, ഇവിടുന്ന് പോകുന്നൊന്നുമില്ല, ഇവിടുത്തെ ആളായിട്ട് തന്നെ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറയാട്ടോ. അതല്ല ബാലചന്ദ്ര, ഇവൾക്കും വേണ്ട ഒരു ജീവിതം എന്നൊക്കെ ചോദിക്കുകയാണ്. അതൊക്കെ അതിൻ്റെ സമയത്ത് നടന്നോളും, അവളിപ്പോൾ അത്ര പ്രായമായിട്ടൊന്നുമില്ലല്ലോ, ഇപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ
ആ സമയം വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയണം. അപ്പം പെട്ടെന്നാണ് ഹലോ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരണം കേട്ടോ. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മനുവിന് അലീനയെ കാണാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. മനുവിൻ്റെ ജോലി എറണാകുളത്തേക്കൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാകും. അധികം പെട്ടെന്ന് വരികയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ അലീനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അലീനയ്ക്കത് മനസ്സിലാവുന്നുണ്ട്. അലീനയ്ക്കും ചെറുതായിട്ടൊക്കെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ അത് വലിയ കുഴപ്പത്തിൽ ചെന്നെത്തോ, എന്താണെങ്കിലും തനിക്ക് അവകാശവും അധികാരമൊക്കെ ഉണ്ട്. എന്നാലും അതൊന്നും ആർക്കും അറിയാത്തിടത്തോളം കാലം അതൊരു പ്രശ്നം തന്നെയല്ലേ. എന്നാലും തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് മനുവേട്ടൻ ഓടി വന്നതെന്നൊക്കെ അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുന്നു, മനുവിനോട് ചോദിക്കുന്നു, നീ എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ലേ നീ വന്നിട്ട് പോയത്, ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള വരവ് ഇച്ചിരി കൂടുന്നുണ്ടല്ലോ. ഞാൻ ആൻറ്റിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാന്ന് പറയാട്ടോ. എന്നിട്ട് നീ ആൻറ്റിയെ കണ്ടോ? ഇല്ല, ഇവിടെ സംസാരം കേട്ടപ്പോൾ ഇങ്ങോട്ടേക്ക് ആദ്യം വന്നതാണ് എന്ന് പറയണം. എന്നാൽ മോളെ മനുവിനും കൂടി ഒരു ചായ എടുക്കുമെന്ന് പറയണം. അങ്ങനെ പിന്നീട് മനു നേരെ ചെല്ലുന്നത് ചായയൊക്കെ കുടിച്ചിട്ട് ബാലചന്ദ്രനും മനുവായിട്ടൊക്കെ സംസാരിച്ചിട്ട് വൈജയന്തിയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ മനു. അപ്പോൾ ആൻറ്റി എങ്ങനെയുണ്ട്, എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റി ആരാ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അലീനയാന്ന് പറയട്ടോ. എന്താ ബബിത ഒന്നും ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ സമയമല്ലോ, ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറയട്ടോ. അങ്ങനെ എന്തായാലും ഇപ്പോൾ അലീനയെ അന്ന് പറഞ്ഞയച്ചിരുന്നെങ്കിലും അലീന ഉള്ളത് കൊണ്ടല്ലേ ആൻറ്റി ഇപ്പോൾ രക്ഷപ്പെട്ടത്, ആൻറ്റി നന്നായി കെയർ ചെയ്യുന്നില്ലേ, നോക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തിയെ സമ്മതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല, സമ്മതിച്ചു കൊടുക്കുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ തന്നെ വൈജയന്തിക്ക് അലീനയോട് ഒരു തരം ഇഷ്ടം തുടങ്ങിയിട്ടുണ്ടെന്ന് മനുവിന് മനസ്സിലാവുകയാണ്. പിന്നീട് മനു അവിടുന്ന് പോകുന്നുണ്ട്. അലീനയോട് എങ്ങനെയെങ്കിലും ഇച്ചിരി സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ വന്നത്. പക്ഷേ എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങനെ സംസാരിക്കാനൊന്നും സമയം കിട്ടുന്നില്ല. അങ്ങനെ പെട്ടെന്ന് പോകുന്നുണ്ട്. പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അലീന വൈജയന്തിക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുത്ത് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, മാഡം ബുക്സ് വായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇതേ കുറച്ച് വായിച്ചിട്ടുള്ളൂ, പിന്നെ എനിക്ക് ഉറക്കം വന്നു, അപ്പോൾ ഞാനത് എടുത്തു വെച്ചു എന്ന് പറയണം. അപ്പോൾ കുറച്ച് റിലാക്സേഷനൊക്കെ നല്ല കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ പിന്നീട് ഭക്ഷണമൊക്കെ കൊടുത്ത് കൈയും വായും കഴുകിച്ച് മരുന്നൊക്കെ കൊടുത്തിട്ട് അലീന എന്നാൽ ഞാൻ പോയി കിടന്നോട്ടും ചോദിക്കുക കേട്ടോ. അപ്പം എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അലീന പോകുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്നാൽ കിടന്നോ, ഞാൻ പോയി കിടക്കട്ടെ എന്ന് പറയട്ടെ. അപ്പോൾ ബാലചന്ദ്രൻ അപ്പുറത്തെ റൂമിൽ കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രൻ എന്തിനാ അവിടെ പോയി കിടക്കുന്നത്, ഇവിടെ കിടന്നൂടെ, ഞാൻ ഇവിടെ തനിച്ചല്ലേന്ന് ചോദിക്കട്ടോ. ഇവിടെ ഇനി കിടക്കുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് ഓർത്താണ്. എനിക്കൊരു ബുദ്ധിമുട്ടില്ല ബാലചന്ദ്രൻ, ഇവിടെ തന്നെ കിടന്നാൽ മതി, കൃഷ്ണമോൾ അപ്പുറത്ത് കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബാലചന്ദ്രനെ അവിടെ കിടക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്, റൂമിൽ തന്നെ കിടക്കാനായിട്ട്. കാരണം വൈജയന്തിക്ക് പേടിയാവില്ലോ എന്നുള്ള ഓർത്തിട്ട്. അപ്പോൾ കൃഷ്ണയാണെങ്കിൽ ഞാൻ അവിടെ അച്ഛൻ്റെ കൂടെ അപ്പുറത്ത് കിടന്നോളാം, അമ്മ ഇവിടെ കിടന്നോ എന്നൊക്കെ പറയാട്ടോ. അപ്പം മുത്തശ്ശിയുടെ റൂമിലാണ് അലീന കിടക്കുന്നത്. അപ്പം അങ്ങനെ കൂടെ ഒരു ക്ലാഷ് വരുമ്പം വൈജയന്തിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ ഒരു പേടി. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നാൽ ആരെങ്കിലും വിളിക്കണ്ടേ. അപ്പോൾ ഈ കൃഷ്ണമോളുടെ റൂമിലാണെങ്കിൽ 2 പേർക്ക് ബെഡിൽ കിടക്കാനുള്ളൊരു സ്പേസും ഇല്ല. അപ്പോൾ അങ്ങനെ മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, എന്നാൽ അലീന മോൾ ഇവിടെ കിടന്നോ, ജയമോളുടെ അടുത്ത് ഇവിടെ കിടന്നു എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. വേണ്ട വേണ്ട, ഇവിടെ കിടക്കണ്ട എന്ന് പറയാണ്. എൻ്റെ വൈജയ്, ഇവിടെ എനിക്ക് കൂടി കിടക്കാനുള്ള സ്പേസ് ഇല്ല, അപ്പം ഞാനും കൃഷ്ണമോളും കൂടി അപ്പുറത്തെ റൂമിൽ കിടന്നോളാം, നിനക്കൊരു കൂട്ട് വേണ്ടേ. അമ്മയ്ക്ക് ഇപ്പോൾ എന്താണെങ്കിലും അത്യാവശ്യമായിട്ടൊന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടല്ലോ, എന്തിനാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് വരാം, അതുകൊണ്ട് അലീന ഇവിടെ കിടന്നോട്ടെ എന്ന് പറയാണ്. അങ്ങനെ അവസാനം അലീനെ അവിടെ കിടക്കാനായിട്ട് സമ്മതിക്കുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. അമ്മയുടെ കൂടെ, അമ്മയുടെ അടുത്ത് മീൻസ് താഴെയാണെങ്കിലും അമ്മയുടെ റൂമിൽ ആ ഒരു സ്മെല്ലും ഇതൊക്കെ കിട്ടുമല്ലോ, അമ്മയുടെ ഒരു സ്മെല്ല്. അങ്ങനെ റൂമിൽ കിടക്കാൻ പോകാനുള്ള സന്തോഷം ഭയങ്കരമായിട്ട് വരികയാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ കൂടെ ആദ്യമായിട്ട് ഒരു റൂമിൽ അലീന കിടക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് അപ്കമിങ് എപ്പിസോഡുകൾ ഇനി വരാനുണ്ട്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ.